ഇന്ന് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അടിപൊളി മാൽപ്പൊരിയുടെ റെസിപ്പി കണ്ടാലോ. സെയിം പെർഫെക്റ്റ് ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നെപ്പോലെ മാൽപ്പൊരി ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്കൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. 1/2 കപ്പ് പഞ്ചസാര, അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് 2 ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി കേട്ടോ. ഒരു നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ മെൽറ്റാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടത്. ഒരു 1/4 കപ്പ് പുളിയൊന്നും അധികം ഇല്ലാത്ത തൈര് എടുക്കുക. അതിലേക്ക് 2 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാട്ടോ. ബേക്കറിയിലൊക്കെ കളറായിരിക്കും ചേർക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ മാറ്റം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകത്തിന് പകരം എള്ളും ചേർക്കാം. പക്ഷേ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതേ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കരിഞ്ജീരകം തന്നെ ചേർക്കാം കേട്ടോ. അതിലേക്ക് തണുത്ത് വന്നിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളമായിരുന്നല്ലോ, അത് ഇതിലേക്ക് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ തിക്കായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ബാറ്ററാക്കി എടുക്കുക. ഈ ഒരു പരുവത്തിലായി, ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ആ മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം അതങ്ങ് പരന്ന് വരും കേട്ടോ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ അങ്ങ് പൊരിച്ചെടുക്കാം. മാൽപ്പൊരി നിങ്ങൾക്കറിയാമല്ലോ, കുറച്ചൊക്കെ എണ്ണ പിടിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നേരെ ടിഷ്യൂ പേപ്പറിലേക്ക് അങ്ങ് മാറ്റാം കേട്ടോ. നമുക്ക് കഴിയുന്നു എല്ലാ ടിഷ്യൂ പേപ്പറിലാണ് പിടിച്ചാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് സെൻറ്റർ ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മാൽപ്പൊരി ആട്ടോ. പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുത്താലേ കിട്ടും കേട്ടോ. ഞാനിതുപോലെ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഓരോന്നും. ഈ ഒരു സൈസിൽ ഏകദേശം 13 മാൽപ്പൊരി ആട്ടോ ഈ ഒരു അളവിൽ വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര വലുപ്പത്തിൽ ഉണ്ടാക്കുന്നു അതിനനുസരിച്ചായിരിക്കും എണ്ണത്തിന് ഡിഫറൻസ് ഒക്കെ വരാം കേട്ടോ. സൈഡൊക്കെ നല്ല മൊരിഞ്ഞ അടിപൊളി മാൽപ്പൊരി റെഡി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയ പിറ്റേ ദിവസം കഴിക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ആ ചൂടോട് കൂടെ കഴിക്കില്ലാറ് തണുത്തതിന് ശേഷം കഴിക്കുക കേട്ടോ ബെറ്റർ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്